നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. നിഷേധത്തിന്റെ രാഷ്ട്രീയമല്ല, വികസനത്തിന്റെ രാഷ്ട്രീയമാണ് കേരളം ആവശ്യപ്പെടുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. LDF സർക്കാർ തികഞ്ഞ പരാജയമെന്നും മുൻ മുഖ്യമന്ത്രി. തെറ്റുകളുടെ കൂമ്പാരമായി റേഷൻ കാർഡുകൾ. മകൻ അച്ഛനേക്കാൾ പ്രായം, അമ്മയ്ക്കും മകനും തുല്യപ്രായം. വാഹന പരിശോധനയ്ക്കായി കാത്തുകിടക്കേണ്ട അവസ്ഥ ഒഴിവായി. വാഹന പരിശോധന ഒഴിവാക്കിയതിനെ തുടർന്ന് ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിൽ ലോറി തൊഴിലാളികൾ മധുരം വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. നിഷേധത്തിന്റെ രാഷ്ട്രീയമല്ല, വികസനത്തിന്റെ രാഷ്ട്രീയമാണ് കേരളം ആവശ്യപ്പെടുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കോൺഗ്രസ് നേതൃത്വത്തിൽ ഇടമണ്ണൂരിൽ നടന്ന കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് CPM-ഉം BJP-യും ഉയർത്തുന്നത് കലാപത്തിന്റെയും കൊലപാതകത്തിന്റെയും രാഷ്ട്രീയമാണെന്ന് ഉമ്മൻചാണ്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം നാടിന്റെ വികസനത്തോടൊപ്പം മുഴുവൻ സമയവും നിൽക്കുന്ന ഒരു വലിയ പ്രവർത്തന പരിപാടിയുടെ തുടക്കമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രവർത്തിക്കാനുള്ള പാർട്ടിയല്ല കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിക്കണം, സജീവമായി പ്രവർത്തിക്കണം. പക്ഷേ അന്ന് മാത്രം പോയാൽ പോരാ. ജനങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് അവരോടൊപ്പം ഉണ്ടാകണം, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം, പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിനുള്ള ഒരു ഏറ്റവും നല്ല ഒരു പ്രവർത്തന ശൈലിയുടെ തുടക്കം കുറിക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയനും ജനങ്ങൾക്ക് വേണ്ടിയല്ല, രാജ്യത്തിനും സംസ്ഥാനത്തിനും വേണ്ടിയല്ല, മറിച്ച് അവരുടെ പാർട്ടി അജണ്ടയ്ക്ക് വേണ്ടിയാണ്. ആളെ കൊല്ലുന്നത് പോലും പാർട്ടി അജണ്ട. കേന്ദ്രം ഭരിക്കുന്ന BJP-യും കേരളം ഭരിക്കുന്ന CPM-ഉം പരസ്പരം ഏറ്റുമുട്ടുക, ആയുധമെടുത്ത് ഏറ്റുമുട്ടുക. ഇവരുടെ അധികാരമുണ്ട്, ഇവർക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാം. അതിന് പകരം ജനങ്ങളെ കൊല്ലുകയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം എത്ര പേര് കൊല്ലപ്പെട്ടു? എന്തിന്? ഇതാണ് രാഷ്ട്രീയം? ഇതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന രാഷ്ട്രീയമാണ്. ജനങ്ങൾക്കും നാടിനും നന്മ ചെയ്യാൻ സാധിക്കുന്ന രാഷ്ട്രീയമാണ്. അതിന് ഒരു പുതിയ സംസ്കാരം, ഒരു പുതിയ പ്രവർത്തന ശൈലി അതുണ്ടായേ മതിയാക്കും. അതിനു വേണ്ടിയിട്ടുള്ള തുടക്കമാണ്. അതിനെ വൻപിച്ച വിജയമാക്കിയ നിങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി ബൂത്ത് തല കുടുംബ സംഗമമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇളമണ്ണൂർ മങ്ങാട് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ ബൂത്ത് പ്രസിഡന്റ് PC കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. അടൂർ പ്രകാശ് MLA മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് നേടിയെടുക്കുവാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ എന്ത് അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ കഴിഞ്ഞു എന്നതിനെ കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുവാനുള്ള ഒരു സമയം കൂടിയായി മാറിയിരിക്കുകയാണ്. ഒരു വർഷക്കാലം പിന്നിട്ട് കഴിഞ്ഞപ്പോഴും കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള പരിഹാര മാർഗങ്ങളും കണ്ടെത്തുവാൻ കഴിയാതെ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആർക്കും ഏതവസരത്തിലും എപ്പോഴും പോയി കാണുവാനുള്ള അവസരമുണ്ടായിരുന്നു. ആരെയും അതിന് അദ്ദേഹം തടസ്സം ചെയ്തിരുന്നില്ല. ആന്റണി MP, DCC പ്രസിഡന്റ് ബാബു ജോർജ് ഇവിടെ നടത്തിയതുപോലുള്ള പരിപാടികൾ ഈ ജില്ലയിലെ 1048 ബൂത്തുകളിൽ നടത്തും. ഈ 6 ബൂത്ത് സമ്മേളനങ്ങളിൽ വളരെയേറെ കഷ്ടപ്പെട്ട് 2 മണി മുതൽ കേരളത്തിൽ ജനങ്ങൾ ഇന്നും എന്നും നാളെയും മനസ്സിലേക്ക് ബഹുമാനിക്കുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ നമ്മളോടൊപ്പം ഉച്ച മുതൽ ഇത്രയും സമയം നിന്ന ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ അങ്ങേയറ്റം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. DCC ജനറൽ സെക്രട്ടറിമാരായ റെജി പൂവത്തൂർ, ഹരികുമാർ പൂതങ്കര, നേതാക്കളായ സജി മാരൂർ, അജോമോൻ, KPCC നിർവാഹക സമിതി അംഗം CR നജീബ്, കൃഷ്ണദാസ് കുറുമ്പകര, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ രാജ്, വേണുഗോപാലപിള്ള, ഷോബിൻ സാം, S സജിത, സുനിൽ മാരൂർ, ഉഷ സത്യൻ, ബിനോയി രാജു, അഡ്വക്കേറ്റ് D ഭാനുദേവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. SSLC +2 തലത്തിലും വിവിധ മത്സര പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
ഏറെക്കാലമായി കാടുമൂടിക്കിടന്ന പുനലൂർ എക്സൈസ് ഓഫീസ് പരിസരം നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. നഗരസഭ നടപ്പിലാക്കി വരുന്ന ജനകീയ ശുചിത്വ മിഷന്റെ ഭാഗമായാണ് എക്സൈസ് ഓഫീസ് പരിസരം ശുചീകരിച്ചത്. പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന എക്സൈസ് ഓഫീസ് പരിസരം ഏറെ നാളായി മാലിന്യക്കൂമ്പാരമായി മാറിയിരിക്കുകയായിരുന്നു. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഇവിടെയായിരുന്നു നിക്ഷേപിച്ചിരുന്നത്. ഇത് ജീവനക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടായിരുന്നു സൃഷ്ടിച്ചത്. ശനിയാഴ്ച നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭാ ചെയർമാൻ എം.എ. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വെളിയിൽ നിന്ന് ആളുകൾ ഈ കോമ്പൗണ്ടിലേക്ക് ജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്ന ഒരു സ്ഥിതിയുണ്ട്. എക്സൈസ് ജീവനക്കാർ തന്നെ പൈസ സമാഹരിച്ച് അവിടെ ഒരു മുള്ളുവേലി ഇടാൻ വേണ്ടി ഇപ്പം തീരുമാനമെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നഗരസഭയുടെ ഹെൽത്ത് സ്ക്വാഡ് ഇതിന് ചുറ്റുമുള്ള ഹോട്ടലുകൾക്കെല്ലാം ഇന്ന് തന്നെ മുന്നറിയിപ്പ് കൊടുക്കും. കഴിയുമെങ്കിൽ ഇതൊരു കുടുംബശ്രീ യൂണിറ്റിനോ അല്ലെങ്കിൽ ഇവിടുത്തെ എക്സൈസ് ഉദ്യോഗസ്ഥരോ തന്നെ ഒന്നേ കുടുംബശ്രീ യൂണിറ്റിനെ കൊണ്ട് ചെയ്യിക്കോ അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥരോ തന്നെ കൃഷി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് നഗരസഭയ്ക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാഹിർ ഷാ, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥ്, ഹെൽത്ത് സൂപ്പർവൈസർ എസ് പ്രകാശ് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. JCB ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും പ്രദേശത്തെ കാടുകൾ വെട്ടിത്തെളിക്കുകയും ചെയ്തു. എക്സൈസ് ഓഫീസ് പരിസരത്ത് അലക്ഷ്യമായി കിടന്നിരുന്ന തൊണ്ടിവാഹനങ്ങളും കൃത്യമായ സ്ഥലത്തേക്ക് മാറ്റാനായി. എക്സൈസ് ഓഫീസിലെയും ഫയർഫോഴ്സ് യൂണിറ്റിലെയും ജീവനക്കാരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂർ നഗരസഭയിൽ ശനിയാഴ്ച മുതൽ പ്ലാസ്റ്റിക്കിന് നിയന്ത്രണം ഏർപ്പെടുത്തി. 15 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ പൂർണ്ണമായും നിരോധിച്ചു. 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകൾക്കാണ് പുനലൂർ നഗരസഭാ പ്രദേശത്ത് ശനിയാഴ്ച മുതൽ പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയത്. 50 മൈക്രോണിൽ കൂടുതലുള്ള പ്ലാസ്റ്റിക് കൂടുകൾ ഉപഭോക്താക്കൾ വില നൽകി വാങ്ങേണ്ടിവരും. ഓഗസ്റ്റ് 1 മുതൽ നഗരസഭാ പ്രദേശത്ത് ഡിസ്പോസിബിൾ സാധനങ്ങളും പൂർണ്ണമായും നിരോധിക്കും. 50 മൈക്രോണിൽ കൂടുതലുള്ള പ്ലാസ്റ്റിക് കവറുകൾ വിതരണം ചെയ്യുന്നതിനായി വ്യാപാരികൾ നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യാത്ത വ്യാപാരികൾ പ്ലാസ്റ്റിക് കവറുകൾ വിൽപ്പന നടത്തിയാൽ നഗരസഭ നടപടിയെടുക്കും. ഇതിന്റെ ഭാഗമായി ആരോഗ്യ വിഭാഗം കടകളിൽ പരിശോധനയും നടത്തും. നിർദ്ദേശം ലംഘിക്കുന്നവരിൽ നിന്നും 5000 രൂപ മുതൽ 20,000 രൂപ വരെ പിഴ ഈടാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. നഗരസഭ നടപ്പിലാക്കി വരുന്ന ഹരിതായനം പദ്ധതിയുടെ ഭാഗമായി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പുനലൂർ നഗരസഭ നടപ്പിലാക്കി വരുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലെ അജൈവ മാലിന്യങ്ങൾ നഗരസഭ നേരിട്ട് ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് വ്യാപാരികളിൽ നിന്നും നിശ്ചിത ഫീസ് ഈടാക്കുകയും ചെയ്യും. അജൈവ മാലിന്യ ശേഖരണ കേന്ദ്രങ്ങളിൽ ജൈവ മാലിന്യങ്ങൾ തള്ളിയാൽ കർശന നടപടിയെടുക്കും. പുറമേ നിന്നുള്ള മാലിന്യങ്ങൾ മാർക്കറ്റിനുള്ളിൽ തള്ളുന്നവർക്കെതിരെയും നടപടിയുണ്ടാകും. ഇതിനായി മാർക്കറ്റിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ എം.എ. രാജഗോപാലിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ മാസം കൂടിയ കൌൺസിലർമാരുടെയും വ്യാപാരികളുടെയും യോഗത്തിലാണ് പ്ലാസ്റ്റിക് നിരോധനം സംബന്ധിച്ച് തീരുമാനമായത്. ലൈവ് വാർത്ത, പുനലൂർ. പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുനലൂർ നഗരസഭയിൽ അവലോകന യോഗം സംഘടിപ്പിച്ചു. പ്ലാസ്റ്റിക് നിരോധനം കർശനമായി നടപ്പിലാക്കാനും ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പുനലൂർ നഗരസഭാ ചെയർമാൻ എം.എ. രാജഗോപാൽ അധ്യക്ഷനായി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷായുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ നഗരസഭാ കൌൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നെ ശ്വാസരക്ഷ പരിപാടികൾ നമ്മൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വീടുകളും ചെയ്ത് ഇപ്പം നമ്മുടെ ഇതുവരെ നമ്മുടെ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്ത ഡെങ്കിപ്പനികളുടെ എണ്ണം 35ആണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വന്ന ഡെങ്കിപ്പനി 300 കേസുകളാണ്. ഇപ്രാവശ്യം 208 കേസുകളാണ് ഇതേവരെ വന്നത്. മറ്റ് പല കിഴക്കൻ മേഖലയിലെ പഞ്ചായത്തുകളിലും ആര്യങ്കാവിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 3 കേസ്, കഴിഞ്ഞ വർഷം ഈ കാലം 3 കേസുകളാണ് ആകെ റിപ്പോർട്ട് ചെയ്തത്. ആര്യങ്കാവ് പഞ്ചായത്തുകൾ ഡെങ്കു ഫ്രീ ആണെന്നുള്ള രീതിയിൽ അവർ ബാധിക്കുകയുണ്ടായി. പക്ഷേ ഇത് മാറിയിട്ട് ഇപ്രാവശ്യം 22 കേസുകൾ ഇതുവരെ അവിടെ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ നഗരസഭയിൽ ആകെ വന്നിട്ടുള്ള ഇതുവരെ വന്നിട്ടുള്ളത് ഈ 2 മാസങ്ങളിൽ വന്നിട്ടുള്ള 35 കേസുകൾ. അപ്പം ഒരു 15 കേസുകളുടെ ഒരു വ്യത്യാസം കഴിഞ്ഞ് ഇപ്പം പുനലൂർ താലൂക്ക് ആശുപത്രി ആകെ 2 ഡെങ്കു ഫീവർ കേസുകളാണ് കിടക്കുന്നത്. പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. യുവജന സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അവലോകനമാണ് നഗരസഭയിൽ നടന്നത്. പ്ലാസ്റ്റിക് നിരോധനം കർശനമാക്കാനും വാർഡുതല ശുചീകരണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കാനും ജൂലൈ 5 മുതൽ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്താനും യോഗത്തിൽ തീരുമാനമായി. ലൈവ് വാർത്ത, പുനലൂർ. ദേശീയപാതയോരത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയായി. തെന്മല മുതൽ കഴുതുരുട്ടി വരെയുള്ള ഭാഗത്തെ 46 മരങ്ങളാണ് മുറിച്ചു നീക്കാൻ വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചത്.
ദേശീയപാതയോരത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന 46 മരങ്ങളാണ് മുറിച്ചു നീക്കാൻ വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചത്. തെന്മല മുതൽ കഴുതുരുട്ടി വരെയുള്ള ഭാഗങ്ങളിലെ മരങ്ങളാണിവ. ദേശീയപാതയോരത്ത് റോഡരികിൽ നിരവധി മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് നേരത്തെ ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്തിടെ തന്നെ നിരവധി അപകടങ്ങൾ മരങ്ങൾ വീണ് ഉണ്ടാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചത്. ആദ്യഘട്ടമായി 46 മരങ്ങൾ ഇപ്പോൾ മുറിച്ചു നീക്കും. ഇവിടുത്തെ നാട്ടുകാരെല്ലാം പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് 46ഓളം മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ഒരു ഇതാണ്. ഇപ്പോൾ അതിലെ തുടക്കം എന്ന് പറയുന്നത് ഇത് അമ്പലത്തിന്റെ വകയായിട്ട് ഒരു പാലത്തടി സ്റ്റാർട്ട് ചെയ്തു. അവർ ലേലം ചെയ്ത് അവർ തന്നെ ഇത് മുറിക്കുന്നു. ബാക്കിയുള്ള തടികൾ മറ്റുള്ള ലേലങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. താപ്പോട്ടും അപകട ഭീഷണിയിലും ഒരുപാട് മരങ്ങൾ നിൽപ്പുണ്ട്. അതും മുറിച്ചു മാറ്റി ഈ ജനങ്ങളെ രക്ഷിക്കണമെന്ന് തെന്മല റേഞ്ചിലെ തെന്മല മുതൽ കഴുതുരുട്ടി വരെയുള്ള 46 മരങ്ങൾ അപകട ഭീഷണിയിലുള്ളത് മുറിച്ചു മാറ്റുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ പാലമരം ഇപ്പോൾ മുറിക്കുകയാണ്. ലൈവ് വാർത്ത ആര്യങ്കാവ്. കരവാളൂർ എബ്രഹാം മാർത്തോമ മെമ്മോറിയൽ ഹൈസ്കൂളിൽ SSLC അവാർഡ് ദാനവും അനുമോദനവും സംഘടിപ്പിച്ചു. മുല്ലക്കര രത്നാകരൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ നടന്ന ചടങ്ങ് മുല്ലക്കര രത്നാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കര പുനലൂർ മർത്തോമ ഭദ്രാസനാധിപൻ ഡോക്ടർ യുയാക്കിം മാർ കൂർലോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായി. ഭവനങ്ങളിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കുമ്പോഴാണ് പഠിക്കുവാൻ പറ്റുന്നത്. അത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ എനിക്ക് എന്താ ഇവൻ കലക്ടറാവുമ്പോൾ സാധാരണ വീട്ടിൽ കേൾക്കുന്ന വാക്കുകൾ ഇവൻ കലക്ടറാകുമ്പോൾ പഠിച്ചു എന്നെ ഒന്ന് സഹായിക്കട. കാരണം വീട്ടിൽ ജോലി കാണുമായിരിക്കില്ലെന്ന് പറയും. മാതാപിതാക്കൾക്ക് പ്രത്യേക മീറ്റിങ്ങുകൾ കൂടുകയും അവരെ കുഞ്ഞുങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ സാധിക്കും. ചില മാതാപിതാക്കൾ ചില ഭവനങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്യപാനത്തിന്റെയും മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ അടിമകളായ പിതാക്കന്മാരുടെ ഭവനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ആ ഭവനത്തിൽ സ്ത്രീകളും കുട്ടികളുമാണ്. പാഠ്യാനുബന്ധ പ്രവർത്തനോദ്ഘാടനം സ്കൂൾസ് മാനേജർ ഡോക്ടർ സൂസമ്മ മാത്യു നിർവഹിച്ചു. ഹെഡ് മിസ്റ്റേഴ്സ് ഷേർലി മാത്യു സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് ലിജി ജോൺസൺ, മാതൃസംഗമം പ്രസിഡന്റ് രമ്യ അനിൽ, വാർഡ് മെമ്പർ S ബിന്ദു, റവറന്റ് ഷാജി തോമസ്, തോമസ് ടി ജോർജ്, B ശശിധരൻ, ഷിബു ബെഞ്ചമിൻ, ബാബു ജോർജ്, സുജാ പി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SLC+2 പരീക്ഷകൾക്ക് ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മുല്ലക്കര രത്നാകരൻ MLA അവാർഡുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെറ്റുകളുടെ കൂമ്പാരമായി റേഷൻ കാർഡുകൾ. അമ്മയ്ക്കും മകനും ഒരേ പ്രായം, അച്ഛനേക്കാൾ പ്രായം മകന്. പൊതുജനത്തിന് വിതരണം ചെയ്യുന്ന റേഷൻ കാർഡുകളിൽ തെറ്റുകുറ്റങ്ങളുടെ ഘോഷയാത്ര. വകുപ്പ് അധികൃതരുടെ അനാസ്ഥയിൽ അർഹതപ്പെട്ടവർക്ക് പോലും BPL കാർഡ് നഷ്ടമായി. പത്തനാപുരം കടശ്ശേരിയിലെ നിർധന കുടുംബത്തിന് ലഭിച്ചത് സമ്പന്നർക്ക് കൊടുക്കുന്ന വെള്ള നിറത്തിലുള്ള APL കാർഡ്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടശ്ശേരി എലപ്പക്കോട് തടത്തിൽ വീട്ടിൽ പൊന്നമ്മയ്ക്കാണ് APL കാർഡ് ലഭിച്ചത്. കൂടാതെ റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും തെറ്റാണ്. ഗൃഹനാഥയായ 45-കാരി പൊന്നമ്മയ്ക്കും 19 വയസ്സുള്ള മകനും 46 വയസ്സ് എന്നാണ് കാർഡിലെ രേഖ. 48 വയസ്സുള്ള ഭർത്താവ് മധുവിന് പ്രായം 45. അച്ഛനേക്കാൾ 1 വയസ്സ് കൂടുതലാണ് മകന്. ഇത്തരത്തിലുള്ള വിചിത്രമായ തെറ്റുകൾ നിറഞ്ഞ റേഷൻ കാർഡുകളാണ് പൊതുവിതരണ വകുപ്പ് കിഴക്കൻ മേഖലയിൽ വിതരണം ചെയ്തിരിക്കുന്നത്. ടാപ്പിൻ തൊഴിൽ ചെയ്തും കൂലിവേല ചെയ്തുമാണ് ഈ നിർധന കുടുംബം കഴിയുന്നത്. എനിക്ക് പഴയ കാർഡെന്ന് പറയുന്നത് APL ആയിരുന്നു. എൻ്റെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ BPL കാർഡിന് വേണ്ടി ഞാൻ സപ്ലൈ ഓഫീസിൽ എൻ്റെ സകല റെക്കോർഡ് ഞാൻ ഹാജരാക്കി BPLന് വേണ്ടി ഞാൻ അപേക്ഷിച്ചിരുന്നു. സപ്ലൈ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് താങ്കൾക്ക് BPL കാർഡ് തരാൻ അർഹനാണെന്ന് പറഞ്ഞ് എഴുതി തന്നു. എന്നിട്ട് പറഞ്ഞ് പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ട് കൊടുക്കണം, അവിടെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, അവിടെ വെച്ച് നിങ്ങൾക്കത് അല്ല ആയി തരുമെന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ കൊണ്ടുവന്ന് പഞ്ചായത്തിൽ വിളിച്ച് അവിടെ ചെന്നപ്പോൾ അവിടെയും എനിക്ക് എന്നെ അവിടെ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പറഞ്ഞ് പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റാണ് എൻ്റെ ഈ സർട്ടിഫിക്കറ്റാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ തന്നത്. എന്നിട്ട് ഞാൻ ഇത് കൊണ്ടൊന്ന് റേഷൻ കട മുതലാളിയായിട്ട് സംസാരിച്ചാൽ പറഞ്ഞു നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വരുമ്പം BPL കാർഡായിരിക്കും വരുന്നത്. എനിക്ക് വന്നത് APLൻ്റെ ഏറ്റവും വലിയ കാർഡ് വെച്ചാൽ വെള്ള കാർഡ്. അപ്പോൾ എനിക്ക് പിന്നെ സപ്ലൈ ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ബോധ്യപ്പെട്ട രീതി അനുസരിച്ച് എനിക്ക് BPL കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ വന്ന കാർഡിനകത്ത് മൊത്തം തെറ്റും. എന്നേക്കെ പ്രായം എൻ്റെ മോന്, അമ്മയ്ക്ക് മോനും ഒരേ പ്രായം, അവരേക്കായി പ്രായക്കുറവ് എനിക്ക്. അത് തന്നെ വരുമാനം വെച്ചേക്കുന്ന വരുമാനം വരെ തെറ്റാണ്. ഇത്
ബഹുമാനപ്പെട്ട സപ്ലൈ ഓഫീസർ പഞ്ചായത്ത് മുഖേന വില്ലേജ് മുഖേന അതിന് തത്തുല്യമായൊരു അന്വേഷണം നടത്തി എനിക്കൊരു BPL കാർഡ് തെരുമാറാവണമെന്ന് ഞാൻ പറഞ്ഞു അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം റേഷൻ കട വഴി കാർഡ് കിട്ടിയപ്പോഴാണ് സംഭവം അറിയുന്നത്. ഇത്തവണ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തിയവരോട് തന്റെ ബുദ്ധിമുട്ട് അറിയിച്ചതിനെ തുടർന്ന് BPL കാർഡിനുള്ള സർട്ടിഫിക്കറ്റും ലഭിച്ചിരുന്നു. BPL കാർഡ് ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പൊന്നമ്മയുടെ ഭർത്താവ് മധു പൊതുവിതരണ വകുപ്പ് അധികൃതർക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ESI ആശുപത്രി പരിസരം DYFI പ്രവർത്തകർ ശുചീകരിച്ചു. ശുചീകരണ പരിപാടി കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ദിവസേന നിരവധി ആളുകൾ വന്നു പോകുന്ന ESI ആശുപത്രി പരിസരം മാസങ്ങളായി കാട് പിടിച്ച നിലയിലാണ്. ഇഴജന്തുക്കളുടെ കേന്ദ്രമായി ഇവിടം മാറിക്കഴിഞ്ഞു. പനി പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ DYFI പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ESI ആശുപത്രി പരിസരം വൃത്തിയാക്കിയതോടൊപ്പം ഇവിടെ കശുമാവിൻ തൈകൾ വച്ചുപിടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ഹോസ്പിറ്റൽ കാപ്പുകൊണ്ട് മുഴുവൻ വൃത്തിയാക്കി ഇവിടുത്തെ ജീവനക്കാർക്കും ഇവിടെ കടന്നു വരുന്ന 5000-ഓളം രോഗികൾക്കുമൊക്കെ നിർഭയം കടന്നു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം DYFI ഇപ്പോൾ ഒരുക്കുകയാണ്. ഇത് മാലിന്യ വിമുക്തമാക്കി നല്ല മനോഹരമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം DYFIയുടെ പ്രവർത്തകന്മാർ ഇന്നു മുതൽ ഏറ്റെടുക്കുന്നു. ഉയരം കുറഞ്ഞ കശുമാവ് തൈകൾ ഇതിനകത്ത് നട്ടു വളർത്തുന്നു. അതും ESI കോർപ്പറേഷൻ ഒരു ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയായിരിക്കും. അതോടനുബന്ധിച്ച് ഈ ശോചനീയാവസ്ഥയോട് മുഖം തിരിഞ്ഞിരിക്കുന്ന പാർലമെന്റ് മെമ്പറുടെയും ESI കോർപ്പറേഷന്റെയും സമീപനം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFI CPIM പ്രവർത്തകന്മാരും അടുത്ത ദിവസം തന്നെ ഈ ഓഫീസിന്റെ മുമ്പിൽ ഒരു ധർണ നടത്തി ജനശ്രദ്ധ ക്ഷണിക്കുന്നതിനും പരിഹാരം കണ്ടില്ലെങ്കിൽ ഒരു അനിശ്ചിതകാലം ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ DYFI ഇവിടെ ഒരു തുടർ സമരം നടത്തുന്നതിനെ സംബന്ധിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. CPM ഏരിയ കമ്മിറ്റി അംഗം ടൈറ്റസ് സെബാസ്റ്റ്യൻ, DYFI ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് കുമാർ, സെക്രട്ടറി പ്രേം സിംഗ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൈൻ ദീപു, ശരൺ ശശി, രാജേഷ്, അൻവർ, ശ്യാം എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് പുനലൂർ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി റോഡ് തകർന്നത്. ലൈൻ കമ്പി പൈപ്പ് പൊട്ടി 15 അടി ഉയരത്തിലേക്ക് വെള്ളം ചീറ്റിത്തെറിച്ചു. പ്രദേശത്തെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഉടൻ തന്നെ വാട്ടർ അതോറിറ്റി ജീവനക്കാർ ജലവിതരണം നിർത്തിവെച്ചു. എന്നാൽ ഇതിനോടകം തന്നെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയ ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. മഹാഭാഗ്യമാണ് മനുഷ്യ ജീവനുകളൊന്നും നഷ്ടപ്പെടാതെ പോയത്. ഇത് രണ്ടാമത്തെ തവണയാണ് ഏറ്റവും അപകടകരമായ നിലയിൽ പകൽ സമയത്ത് ഈ പൈപ്പുകൾ പൊട്ടുന്നത്. 40-40 വർഷം പഴക്കമുള്ള AC പൈപ്പുകളാണ് ഇതുവഴി കടന്നു പോകുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കാര്യത്തിൽ വളരെ ഗുരുതരമായ വീഴ്ച അവർക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ നിരന്തരം വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും അവസാനം മന്ത്രിതലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോൾ ഈ പൈപ്പുകൾ മാറുന്നതിന് വാട്ടർ അതോറിറ്റിയുടെ സംവിധാനത്തിൽ കൂടുതൽ കാലതാമസമാവും എന്നുള്ളതുകൊണ്ട് 1,15,00,000 രൂപ പുനലൂർ വാട്ടർ സപ്ലൈ സ്കീമിൽ നിന്നും വെള്ളം നമ്മൾ കൊണ്ടുവരുന്ന പൈപ്പ് നമ്മുടെ TB ജംഗ്ഷൻ വരെയുള്ള എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാസ്റ്റൈൻ പൈപ്പിൽ കയറുന്നത് വരെയുള്ള AC പൈപ്പുകൾ മാറ്റാൻ 1,15,00,000 രൂപ നഗരസഭ അടക്കിയാണ്. യഥാർത്ഥത്തിൽ നഗരസഭയ്ക്ക് പൈസ ഉണ്ടായിട്ടല്ല. ഇത് വീണ്ടും ഒരു സ്കൂള്, മദ്രസ ഇത്രയും തിങ്ങി ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പം നമുക്ക് ഇപ്പോൾ പറയാനുള്ളൊരു കാര്യം, ദയവായിട്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ ഇപ്പോൾ റോഡ് തടച്ചിൽ പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ളതാണ് മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 35 വർഷത്തിലേറെ പഴക്കമുള്ള AC പൈപ്പുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയായതിനാൽ 1,15,00,000 രൂപ നഗരസഭ അനുവദിക്കാമെന്നും ഇതുപയോഗിച്ച് ഉടൻ തന്നെ പൈപ്പ് മാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും MA രാജഗോപാൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. റോഡ് തകർന്നതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും വഴിതിരിച്ചുവിട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ സമഗ്ര വിള ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ കർഷകർക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു.
പദ്ധതിയുടെ ഉദ്ഘാടനം പുനലൂർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഓമനക്കുട്ടൻ നിർവഹിച്ചു. വിള ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ സർക്കാർ പല മേഖലകളായി നിശ്ചയിച്ചിട്ടുണ്ട്. റബ്ബർ, വാഴ, തെങ്ങ്, മാവ്, പ്ലാവ് എന്ന് വേണ്ട എല്ലാ കൃഷികളും ഞാൻ അറിയിടത്തോളം വളരെയേറെ കൃഷികളെ കുറിച്ചും ഇപ്പോൾ ഇൻഷുറൻസ് ഏർപ്പെടുത്താനുള്ള അവസരമായിട്ടാണ് സർക്കാർ ഇതിനെ കാണുന്നത്. 10 മൂട് വാഴ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൃഷി അതായത് ഇൻഷുറൻസ് ചെയ്യാൻ കഴിയും. എന്നാൽ ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ചില പരിമിതികൾ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു മേഖലയിൽ ഒരു കൃഷിക്കാരന് എത്രത്തോളം കൃഷിയുണ്ടോ, ഇപ്പം വാഴ കൃഷിയാണെങ്കിൽ അയാൾക്ക് 1 ഏക്കർ വാഴ കൃഷി ഉണ്ടെങ്കിൽ അതിനകത്ത് 10 മൂട് വാഴയായിട്ട് കൃഷി ചെയ്യാൻ കഴിയില്ല. ആ 1 ഏക്കറിൽ ഉണ്ടായിരിക്കുന്ന മൊത്തം വാഴയും ഒരുമിച്ച് കൃഷി ചെയ്യണമെന്നാണ്, രജിസ്റ്റർ ചെയ്യണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചത്. വാർഡ് കൌൺസിലർ പ്രസന്ന കൃഷ്ണൻ അധ്യക്ഷയായി. കൃഷി ഓഫീസർ ബീന ബീബി പദ്ധതി വിശദീകരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പച്ചക്കറി ഉൽപാദന വർധനവിനായി പച്ചക്കറി തൈകൾ കർഷകർക്ക് നൽകി. കലയനാട് കൃഷി ഓഫീസിലാണ് പരിപാടി നടന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആസ്വാദകർക്ക് വിരുന്നൊരുക്കി പ്രശസ്ത സംഗീതജ്ഞൻ പോളി വർഗീസിന്റെ സംഗീത പരിപാടി പത്തനാപുരം ഗാന്ധി ഭവനിലാണ് സംഗീത പരിപാടി നടന്നത്. ലോകത്തിലെ മുഴുവൻ ജീവികളുടെയും കണ്ണീരിന്റെ രസം പകർന്ന് ഭൂമിയെ വിഴുങ്ങിയിരിക്കുന്ന കടലിലും ഉപ്പ് കാണുന്നതുകൊണ്ടാണ് ഗാന്ധിജി ഉപ്പിനുവേണ്ടി സമരം ചെയ്തതെന്നും ഉപ്പിന്റെ സംരക്ഷണത്തിന് വേണ്ടി പറഞ്ഞതെന്നും ലോകപ്രശസ്ത സംഗീതജ്ഞനും കവിയും ചിത്രകാരനുമായ പോളി വർഗീസ് പറഞ്ഞു. 44 രാജ്യങ്ങളിലായി 1000-ലേറെ വേദികളിൽ വിശ്വപ്രസിദ്ധമായ മോഹനവീണയുടെ തന്ത്രികൾ മീട്ടിയ പോളി വർഗീസ് കേരളത്തിൽ തന്റെ 4ാമത്തെ സംഗീത പരിപാടി ഗാന്ധി ഭവനിലെ അന്തേവാസികളെ സന്ദർശിച്ച ശേഷം സ്നേഹമന്ദിർ ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടലും കണ്ണുനീരുമുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കടന്നുപോകും. ലോകത്തെ മുഴുവൻ ജീവികളുടെയും കണ്ണുനീർ രസമുഖമാണ്. മോഹനവീണയിലൂടെ ക്ലാസിക്കൽ സംഗീതത്തിൽ ലോകം കണ്ട 5 കലാകാരന്മാരിൽ ഒരാളാണ് പോളി വർഗീസ്. മുൻകൂട്ടി അറിയിക്കാതെയാണ് അദ്ദേഹം ഗാന്ധി ഭവൻ സന്ദർശിക്കാൻ എത്തിയത്. ഗാന്ധി ഭവനിൽ നടന്ന സംഗീത പരിപാടിക്ക് ഗായകൻ അടൂർ സുദർശനൻ, എസ് ഗാനമൂർത്തി, മുരളി, വീണ സുദർശനൻ, എം നൌഷാദ്, ബാബു ജോൺ എന്നിവർ അണിചേർന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധന ഒഴിവാക്കിയതിനെ തുടർന്ന് ലോറി തൊഴിലാളികൾ മധുരം വിതരണം ചെയ്തു. മുൻപ് വാഹന പരിശോധനയ്ക്കായി ഇവിടെ മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ട അവസ്ഥയായിരുന്നു.
രാജ്യത്ത് GST നിലവിൽ വന്നതിനെ തുടർന്നാണ് ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധന ഒഴിവായത്. മുൻപ് വാഹന പരിശോധനയ്ക്കായി ഇവിടെ മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ട അവസ്ഥയിലായിരുന്നു ലോറി തൊഴിലാളികൾ. ഇത് ഒഴിവായ സന്തോഷം മധുരം വിതരണം ചെയ്താണ് തൊഴിലാളികൾ ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന് മുന്നിൽ ലോറി തൊഴിലാളികൾ മധുരം വിതരണം ചെയ്തു. മുൻപ് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിൽ നിന്നും മോചനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ലോറി തൊഴിലാളികൾ. GST നടപ്പിലാക്കാൻ മുൻകൈയെടുത്ത പ്രധാനമന്ത്രിക്ക് അഭിവാദ്യങ്ങളും അർപ്പിച്ചാണ് തൊഴിലാളികൾ മടങ്ങിയത്. ലൈവ് വാർത്ത, ആര്യങ്കാവ്. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. നിരവധി ആളുകൾ പ്രവർത്തനത്തിൽ പങ്കാളികളായി. മഴക്കാലപൂർവ്വ രോഗങ്ങളും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, സെന്റ് സ്റ്റീവൻ സ്കൂളിലെ NSS യൂണിറ്റ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പത്തനാപുരം മാർക്കറ്റിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. നജി മുഹമ്മദ് ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ശുചീകരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പത്തനാപുരത്ത് ഇന്നലെ ഇന്നുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ PSNന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ രോഗത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു സെമിനാർ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. രോഗം ഇവിടെ H1N1 ഒരു ഡെത്ത് റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ്. അന്ന് തന്നെ ശക്തമായ പ്രതിരോധ നടപടി എടുത്തതിൻ്റെ ഫലമായി പിന്നീട് അത് ഉണ്ടായിട്ടില്ല. ഡെങ്കി ഫീവറും ഈ വർഷം കുറവാണ്. ശക്തമായ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ വർഷം അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പൂർണ്ണമായ വിശ്വാസമുള്ളത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SM ഷെരീഫ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി M. വിജയൻ. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശവും പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിനും വിധേയമായി 27, 28, 29 തീയതികളിൽ പൂർണ്ണമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. വാർഡ് തലത്തിൽ കമ്മിറ്റികൾ രൂപീകരിച്ച് വാർഡ് തലത്തിൽ നമ്മൾ ശുചീകരണ പ്രവർത്തികൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും CDSന്റെയും സ്കൂളിലെ ആശാ വർക്കർമാർ, പിന്നെ സ്കൂളിലെ NSS സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പത്തനാപുരത്തെ ഹൃദയഭാഗത്ത് മാർക്കറ്റ് കേന്ദ്രീകരിച്ചുള്ള ക്ലീനിംഗ് ആണ് ഞങ്ങളിപ്പോൾ നടത്തുന്നത്. അത് ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് തുടർന്നും ഞങ്ങൾ ഈ ക്ലീനിംഗ് പരിപാടികൾ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ പരിപാടികൾ ഞങ്ങൾ നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ M. ഹുസൈൻ, S. അനിൽകുമാർ, ഷൌബീല ഷാജഹാൻ, രത്നമ്മ, ബിൽക്കീസ് ബീഗം, അജിത ബീഗം, മണി തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. നിഷേധത്തിന്റെ രാഷ്ട്രീയമല്ല, വികസനത്തിന്റെ രാഷ്ട്രീയമാണ് കേരളം ആവശ്യപ്പെടുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. LDF സർക്കാർ തികഞ്ഞ പരാജയമെന്നും മുൻ മുഖ്യമന്ത്രി. തെറ്റുകളുടെ കൂമ്പാരമായി റേഷൻ കാർഡുകൾ. മകൻ അച്ഛനേക്കാൾ പ്രായം, അമ്മയ്ക്കും മകനും തുല്യപ്രായം. വാഹന പരിശോധനയ്ക്കായി കാത്തുകിടക്കേണ്ട അവസ്ഥ ഒഴിവായി. വാഹന പരിശോധന ഒഴിവാക്കിയതിനെ തുടർന്ന് ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിൽ ലോറി തൊഴിലാളികൾ മധുരം വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്ത.com സന്ദർശിക്കുക. നമസ്കാരം.